നമ്മളെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഇടവേള എടുത്തു. തിരിച്ച് നാളെ ഏറ്റവും സന്തോഷത്തോടെ ഫീൽഡിലേക്ക് ഇറങ്ങാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അനേകം ആളുകളുടെ പ്രാർത്ഥനകളാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത്. എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടായ നാൾ മുതൽ ഒരുപാട് ആളുകൾ നമ്മുടെ വിവിധ മേഖലകളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്ന് എന്നെ വിളിക്കുകയും അതുകൂടാതെ തന്നെ ഈ കേരളത്തിലുള്ള നിരവധി മേഖലകളിൽ നിന്നുള്ള ആളുകൾ എന്നെ വിളിക്കുകയും അവരുടെ ആശ്വാസവചനങ്ങൾ എനിക്ക് കേൾക്കാനും ഇടയായി. അവരുടെ പ്രാർത്ഥനകൾ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകും എന്ന് അവർ പറയുകയും ചെയ്തു. അതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ദിവസം ഞാൻ പൂർണ്ണമായി ആരോഗ്യവാൻ എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാതെ ഇറങ്ങിത്തിരിക്കാൻ കഴിയും. നാളെ KPCCയിൽ വെച്ച് നമുക്ക് ഒന്നിച്ച് കാണാം. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിന് അപ്പുറത്തേക്ക് അതിൻ്റെ മുന്നൊരുക്കത്തിന് നേതൃത്വം നൽകിയ നേതാവ് കൂടിയാണ് അങ്ങ്. അപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? എക്സിറ്റ് പോൾ ഫലങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFന് അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത്. UDFന് അനുകൂലമായി വന്നു എന്ന് പറയുമ്പോഴും പല ആളുകളും പലതരത്തിലും, ഇപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പല പ്രചരണങ്ങൾ കൊടുക്കുന്നുണ്ട്, അതിൽ സന്തോഷിക്കുന്നു. അത് അത്തരത്തിൽ വരട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചത് UDF അധികാരത്തിൽ കടന്നു വരണം എന്നുള്ളത് തന്നെയാണ്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. പൊതുവേ സീറ്റുകളുടെ എണ്ണമൊക്കെ ഇങ്ങനെ ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ അങ്ങ് വ്യക്തിപരമായി എങ്ങനെയാണ്, എത്ര സീറ്റ് UDFന് കിട്ടുമെന്ന് കരുതുന്നു? ഞാനത് എണ്ണത്തെക്കുറിച്ച് പറയുന്നില്ല. എന്തായാലും ഭൂരിപക്ഷ സീറ്റ് UDFന് അനുകൂലമായിട്ടുള്ള ചിത്രമാണ് നാളെ വരാൻ പോകുന്നത്. നാളെ അത് ഉണ്ടായിരിക്കും, ഒരു സംശയവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങളോടൊപ്പമുണ്ട്. ജനങ്ങൾ തന്ന മാൻഡേറ്റ് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈ ഏതാണ്ട് വോട്ടെടുപ്പ് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ, അത് ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എല്ലാ കാലത്തും കോൺഗ്രസ് പൊതുയിടത്തിൽ തന്നെയാണ് ഇത്തരം ചർച്ചകൾ നടക്കാറുള്ളത്. അപ്പോൾ ആ ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. ആരായിരിക്കും മുഖ്യമന്ത്രി, ആരാകണം മുഖ്യമന്ത്രി, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് പാർട്ടി പ്രഖ്യാപിക്കുന്ന പോലെ കോൺഗ്രസ്സിന് പ്രഖ്യാപിക്കാൻ പറ്റില്ല, UDFന് പ്രഖ്യാപിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂട് അനുസരിച്ച് മാത്രമേ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുകയുള്ളൂ. ഞങ്ങൾ ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റാരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാനാണ് മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിച്ചാൽ ആ മുഖ്യമന്ത്രിയായി വാണരളാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയ ആളുകളൊക്കെ ഉണ്ട്.